ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. മറ്റൊരു ക്രിപ്റ്റോ ട്രേഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിപ്റ്റോ ട്രേഡിംഗ് സീരീസ് ചെയ്തിട്ട് കുറച്ച് നാളായി തോന്നുന്നു. സോ ഇന്ന് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്രിപ്റ്റോനെ പറ്റി മാത്രം സംസാരിക്കാം, അതും ക്രിപ്റ്റോയിലെ ഫ്യൂച്ചറിനെ പറ്റി. ഇത്ര നാളും നമ്മൾ ക്രിപ്റ്റോയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഓപ്ഷനാണ്. നിങ്ങൾക്കറിയാം, ഡെൽറ്റ എക്സ്ചേഞ്ച് വഴിയാണ്. ഡെൽറ്റ ഗ്ലോബലും ഉണ്ട്, ഡെൽറ്റ ഇന്ത്യ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഡെൽറ്റ ഇന്ത്യ എന്ന് പറയുന്നത് റീസെന്റ് ലോഞ്ച് ചെയ്താണ്, ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിലും ഒരു 2 ഇയറിന് മുകളിലായിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമുക്ക് അറിയാവുന്ന പണി ഫ്യൂച്ചേഴ്സ് ആണ്, ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡെൽറ്റ ഗ്ലോബലിലും ഇന്ത്യയിലും ഓപ്ഷൻ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളുടെ കമ്മ്യൂണിറ്റിയിലും ആ എടുക്കുന്ന ട്രേഡുകൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ റീസെന്റ് ഒരു 1 വീക്ക് ആയിട്ട് നമ്മളിപ്പോൾ ഫ്യൂച്ചറിലേക്ക് അല്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പല കാര്യങ്ങളുണ്ട്. ഡെൽറ്റ ഇന്ത്യ ലോഞ്ച് ചെയ്തതിനു ശേഷം നമ്മുടെ ഫ്യൂച്ചർ മാർക്കറ്റിൽ നല്ല മൂവ്മെന്റുകൾ മാത്രമല്ല, നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികളും കിട്ടുന്നുണ്ട്. ആൻഡ് സർപ്രൈസിംഗ്ലി നമ്മളുടെ കുറച്ച് ക്ലയൻസ് ഞെട്ടിപ്പിക്കുന്ന ട്രേഡുകൾ എടുത്ത് പിയാൻഡിൽ ലാസ്റ്റ് 3 മന്ത്സിന്റെ പിയാൻഡിൽ കിട്ടി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെക്ഷൻസിൽ എവിടെയോ കാണിച്ചു തന്നാണ്. ഒരു ക്ലയന്റ് നമ്മുടെ വരികയും ചെയ്തു പറഞ്ഞു. $100, അതാണ് ഏറ്റവും പ്രത്യേകത. $100 $200 ഒക്കെ ഉള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതൊരു 3 മന്ത്സ് കൊണ്ട് ഇരട്ടി. നമ്മുടെ ഇന്ത്യൻ റുപ്പി പറഞ്ഞാൽ 10,000 രൂപ കൊണ്ട് ഓപ്പൺ ചെയ്ത് 25,000 30,000 രൂപയ്ക്ക് ആയിരുന്നു. നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എത്ര എടുക്കുക? 5% to 10% മന്ത്ലി റിട്ടേൺ ആണ് മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്ത് എൻ്റെ സ്വന്തം ക്ലയന്റ് $100 ഇൻവെസ്റ്റ് ചെയ്ത ക്ലയന്റ് നമ്മൾ ഓൺ ആൻഡ് 3 മന്ത്സിന്റെ പിയാൻഡിലൊക്കെ അനലൈസ് ചെയ്തപ്പം 100 $250-300 ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരു $100 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10,000 റുപ്പീസ് കൂട്ട്. 10,000 രൂപ ഡെൽറ്റ ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന കോച്ച് ക്ലയൻസ് 2-3 മാസം കൊണ്ടൊക്കെ അവൻ്റെ ക്യാപിറ്റൽ ഇരട്ടിയിൽ 3 ഇരട്ടി കൂടുതലാക്കുന്ന ഒരു 3-4 ക്ലയൻസിനെ പരിചയപ്പെടുകയുണ്ടായി. അവരായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഡെൽറ്റ ഇന്ത്യ ടീമായിട്ട് ഡിസ്കസ് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവമുള്ള. അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതൊന്നും അറിഞ്ഞില്ലേ? ഇതിപ്പോൾ ഒരു വിപ്ലവം പോലെയാണ്. നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും സൗത്താണ് അല്പം ബാക്കോട്ട് നിൽക്കുന്നുള്ളൂ. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിലാണ് മിക്ക ഇൻഫ്ലുവൻസേഴ്സും, ഡെൽറ്റയിൽ ട്രേഡ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സും ലൈവ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ട്രേഡ് കൊടുക്കുന്നത് കൂടുതൽ ഫ്യൂച്ചറിലാണ്. കാരണം ഒരു ഡിറക്ഷണൽ ട്രേഡിംഗ് കിട്ടുവാണ്. ഒരു ഫോറക്സ് ട്രേഡ് ചെയ്യുന്നത് പോലെ ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. സോ ഫ്യൂച്ചറിൽ ഇങ്ങനെ അടിപൊളി ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതും ഞെട്ടിപ്പിച്ചു. എൻ്റെ ക്ലയൻസ് തന്നെ, ഞാനല്ല കേട്ടോ, എൻ്റെ ക്ലയൻസ് ഈ പറയുന്ന 10,000 റുപ്പീസും ഉണ്ട്. $100 ഇൻവെസ്റ്റ് ചെയ്ത്. ആർക്കാ $100 ഇല്ലാത്ത? ഇപ്പം നിങ്ങൾ ഡെൽറ്റ ഓപ്പൺ ചെയ്ത് $100 ഇടാന്ന് പറഞ്ഞാൽ 7,000-8,000 രൂപയല്ലേ നിങ്ങൾക്ക് ചിലവ് വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന ചെറിയ എമൗണ്ട് ആണ്. എൻ്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്, നല്ല ക്യാപിറ്റലുള്ള ക്ലയൻസ് ട്രേഡ് ചെയ്യുന്ന രീതി വേറെയാന്നുള്ളതാണ്. പക്ഷേ ഈ 3-4 ക്ലയൻസ് തന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അവരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് അവർ ചെയ്തതെന്നൊക്കെ ഒരു സെക്ഷൻ വയ്ക്കാൻ. ഈ 3 പേരും ഫ്രീ ആയിട്ടില്ലാത്തതുകൊണ്ടാണ്. സോ പറ്റുമെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ 3 പേരെ കൂട്ടി ഞാൻ സൂം മീറ്റ് എടുത്തിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ പറഞ്ഞുതരാം. ഒരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞ് തരുന്ന പോലെ ആവില്ല. റിയലി ട്രേഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റുവാണെങ്കിൽ വെരി ബെറ്റർ ആയതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീക്ക് ഞാനൊരു കാര്യം ചെയ്തു. ഇത് നടക്കുമെന്ന് അറിയണമല്ലോ. സോ ഞാൻ ഒരു 10,000 അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്തു. $100 ഇട്ട് എൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അത് നമ്മുടെ ടീം ട്രേഡ് ചെയ്യുന്നുണ്ട്. 3 ദിവസം കണ്ടായിട്ടുള്ളൂ. 2-3 ട്രേഡ് എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ റിസൾട്ട് അമേസിംഗ് ആണ്. അവരോട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഹെവി റിസ്ക്കിലാണ് അവരെടുത്തത്. മറ്റൊരെടുത്ത പോലെയല്ല. നമ്മുടെ ടീം അല്പം ഓവർ ക്വാണ്ടിറ്റിയിൽ ഫ്യൂച്ചർ ട്രേഡ് എടുത്തു. കാരണം ഫ്യൂച്ചർ ആണല്ലോ. ഓപ്ഷൻ പോലുള്ള DK പോലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ്. ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെങ്കിൽ ബിറ്റ്കോയിനെ മാർക്ക് ചെയ്ത് ഇത്ര രൂപ പോകും, ഒരു പ്യുവർ അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെയായിരിക്കും അവർക്ക് പ്രോഫിറ്റ് കിട്ടുക. സോ അവരുടെ ഒരു പിയാനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 ദിവസമായിട്ടുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായ റിസൾട്ടും നിങ്ങൾ കാണിച്ചു തരാം. ആൻഡ് നമ്മുടെ ടീമിനോട് ഞാൻ ഓൾറെഡി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓവർ ക്വാണ്ടിറ്റി എടുക്കാതെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും ട്രേഡ് ചെയ്യുക. അത് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയൊരു കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 ക്ലയൻസ് ട്രേഡ് ചെയ്ത രീതി. ചില ആൾക്കാരുണ്ട്, ഒരു എന്താ പറയുക, ഒരു ചക്കയിട്ടപ്പം ഓയിൽ എത്തുമെന്ന് പറയുന്ന പോലെ ഒരൊറ്റ ഫോൾ കിട്ടി ക്യാപിറ്റൽ 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ പോകുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇവർ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ഇവർ $100 വെച്ച് ചെയ്താലും, അതായത് 10,000 രൂപ ചെയ്താലും, അവരൊരു 1,500-2,000 ഒക്കെയാണ് ഒരു ട്രേഡിന് ഡിപ്ലോയ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യുന്ന പോലെ ക്യാപിറ്റലിൻ്റെ 20-30% മാത്രം യൂട്ടിലൈസ് ചെയ്താണ് അവർ ട്രേഡ് ചെയ്യുക. അവർ കൃത്യമായിട്ട് ലോസ് കട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ ട്രേഡിൽ നിന്നൊന്നും പ്രോഫിറ്റബിൾ ആയതല്ല. ലോസും വന്നിട്ടുണ്ട്, പ്രോഫിറ്റും വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ വിന്നിങ് ട്രേഡ്സ് നല്ല റിസ്ക് റിവാർഡ് ആയിരിക്കും. 1:5, 1:10 റിസ്ക് റിവാർഡൊക്കെ ഉള്ള ട്രേഡുകളാണ്. ലൂസിങ് ട്രേഡ്സ് കണ്ടവാനും ഉണ്ട്, പക്ഷേ ചെറിയ ലോസ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അവരോട് ഞാൻ പേഴ്സണലി സംസാരിക്കാമെന്നും വെച്ചത്. പറ്റുമെങ്കിൽ അവരെ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ ലൈവിലേക്ക് കൊണ്ടുവരാം. എങ്ങനെയാണ് അവർ ഇത്ര സക്സസ് ബിൽഡ് ചെയ്തതെന്ന്. പക്ഷേ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, നല്ല അറിവുള്ള ആൾക്കാരാണ്, ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരാണ്. സോ നമ്മുടെ ടീമിനോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡിസിപ്ലിൻ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാരണം ഒരാൾ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നല്ല 2-3 പേര് ഫ്യൂച്ചറിൽ ചെയ്ത് ഈ രീതിയിൽ പോയാൽ സക്സസ് ആവുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് ഫോളോ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചെറിയ ക്യാപിറ്റൽ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് ട്രേഡ് ചെയ്താൽ നല്ല, എന്താ പറയുക, നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. എങ്ങനെയാണ് ഡെൽറ്റയിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ സ്ക്രീനിലേക്ക് പോകാം. ഇതാണ് ഡെൽറ്റ ഇന്ത്യ. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ക്രിപ്റ്റോ കറൻസിയിൽ, ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസിയിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ.
ഡെൽറ്റ ഇന്ത്യ ആണിത്. ഇന്ത്യയിൽ അപ്പോൾ FIOൻ്റെ അപ്രൂവൽ കിട്ടിയത് നിങ്ങൾക്ക് അറിയാം. സോ ഇവിടെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മുകളിൽ ഫ്യൂച്ചേഴ്സും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്. ഇത്രയും നാൾ നമ്മൾ ഈ ഒരു ടാബ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഓപ്ഷൻസ്, ഓൺലി ഓപ്ഷൻസ്. നൗ ഫ്യൂച്ചേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ 10,000 റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത അക്കൗണ്ട്. ഇപ്പോൾ എൻ്റെ വാല്യൂ നോക്കി നിങ്ങൾക്ക് 10,000 രൂപ ഇട്ടിട്ട് ഇപ്പോൾ അതിൻ്റെ വാല്യൂ 15,700 ആക്ച്വലി ഇത് 21,000 ആയതായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു 8,000 ലോസ് വന്നാണ് പറ്റിപ്പോയത്. അപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ടീമിനോട് പറഞ്ഞത് ഈ രീതിയല്ല നമുക്ക് വേണ്ടത് മറ്റേ നമ്മുടെ 3 ക്ലയൻസ് ചെയ്യുന്ന രീതിയിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രക്ചറൽ മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ P&L തന്നെ ആദ്യം കാണിച്ചു തരാം. ഓപ്പൺ ചെയ്ത് ഇതുവരെ എടുത്ത ട്രേഡിൻ്റെ റിപ്പോർട്ട് തരാം. ലാസ്റ്റ് 30 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ 2 ട്രേഡ് ഉള്ളൂ കേട്ടോ. നോക്കി അറിയാം, 2 ട്രേഡ് ഉള്ളൂ. ഫസ്റ്റ് ട്രേഡിൽ നിന്ന് 16,000. ആലോചിക്കണം, ഈ അക്കൗണ്ടിൽ ആകെ 8,000 9,000 ഉള്ളൂ, $100 ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് $200 പ്രോഫിറ്റ്, കാരണം 200% റിട്ടേൺ ആണ് ഫസ്റ്റ് ട്രേഡിൽ നിന്ന് തന്നെ കിട്ടിയത്. പക്ഷെ ആ ഒരു ധൈര്യത്തിൽ എടുത്തപ്പോൾ രണ്ടാമത്തെ ട്രേഡിൽ നിന്ന് 8,000 പോയിട്ടോ. ഇത് ഈ പറയുന്ന ചക്കയിട്ടപ്പോൾ മൂലയെത്തുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ടീം നല്ല പ്രോപ്പർ അനാലിസിസ് ചെയ്ത് അത്ര ഷാർപ്പുള്ളൊരു ട്രേഡാണ് അവരെടുത്തത്. അതുകൊണ്ടാണ് അവർ ഇത്ര റിസ്കോടെ കളക്ട് ചെയ്യാൻ പറ്റിയത്. ഇതും അതുപോലെ തന്നെ ഒരു ട്രേഡായിരുന്നു, പക്ഷേ അവരുടെ ലിക്വിഡേഷൻ ആയി പോയതാണ്. SL അടിച്ചു അല്ല, ലിക്വിഡേഷൻ ആയി പോയതാണ്. സോ സ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് $7,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അക്കൗണ്ട് 10,000 ഉള്ളൂ. അതിൻ്റെ ട്രാൻസാക്ഷൻ കിട്ടുമോ? ബാങ്ക് ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ എടുത്ത് നിങ്ങൾക്ക് ഇത് കിട്ടുമായിരിക്കും. നോക്കട്ടെ, വിഡ്രോവൽ ഹിസ്റ്ററി. യെസ്, ഇവിടെ കാണാമല്ലോ. നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, 9,000 രൂപയാണ് ഞാൻ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. ആകെ ഡെപ്പോസിറ്റ്, ഒറ്റ ഡെപ്പോസിറ്റ് ഉള്ളൂ. താഴെ നിങ്ങൾക്ക് നോക്കി അറിയാം 9,000 രൂപ. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇങ്ങനൊരു P&L കിട്ടിയത്. പക്ഷേ ഈ P&L അല്ല എനിക്ക് കാണിക്കേണ്ടത്, എനിക്ക് എൻ്റെ ക്ലയൻസിൻ്റെ ആയിരുന്നു കാണേണ്ടത്. അത് അവർ എനിക്ക് അയച്ചു തന്നപ്പം അതിലാണ് കണ്ടമാനം ട്രേഡ് ഉണ്ട്. വിന്നിങ് ട്രേഡുകളൊക്കെ അടിപൊളി ട്രേഡുകളും ലൂസിങ് ട്രേഡൊക്കെ ചെറുത്. അതായത് ഒരു എന്താ പറയുക, $100 $200 ഒക്കെ റിസ്കിൽ, $1,000 $1,500 ഒക്കെ പ്രോഫിറ്റ്. ആൻഡ് വീക്കിലി അവരത് വിഡ്രോ ചെയ്യുന്ന കൂടി ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണ് ഏറ്റവും എന്താ പറയുക സന്തോഷവും സങ്കടവും. നമുക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് മിസ്സായി പോയെന്നുള്ള സങ്കടവും, നമ്മുടെ ക്ലയൻസ് ഇത്ര കൃത്യമായിട്ട് ട്രേഡ് ചെയ്യണ്ടെന്നുള്ളൊരു ഞങ്ങളുടെ ഒരു ഇൻപുട്ടും ഇല്ലാതെ. ആക്ച്വലി ഞങ്ങൾ എന്താ പറയുക ഫ്യൂച്ചർ ട്രേഡ് കൊടുക്കുന്നേ ഇല്ല. അവർ തന്നെ സ്വന്തമായിട്ട് മേ ബി നോർത്തിലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചാനൽ കണ്ടൊക്കെ എടുത്തതായിരിക്കാം. എനിവേ ഹാപ്പി, അവർക്ക് ജോലി കൊടുത്താൽ കൊള്ളാമെന്ന് കൂടി എനിക്ക് ആഗ്രഹമുണ്ട് വരുവാണെങ്കിൽ. എനിവേ അവിടെ നിൽക്കട്ടെ. സോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് 2 ട്രേഡ് ചെയ്ത് കിട്ടിയ റിട്ടേൺ ആണ്. നിങ്ങൾക്കും ഇതേപോലെ 2 ട്രേഡ് വേണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ $100 ആഡ് ചെയ്യുക, 3% ഒക്കെ മാക്സിമം റിസ്ക് കീപ്പ് ചെയ്യുക, ഒരു ഡിസിപ്ലിൻ ട്രേഡ് ചെയ്യുക. നമ്മൾ ഡെൽറ്റ ഇന്ത്യയിലേക്ക് വരുന്നു, ഫ്യൂച്ചർ എടുക്കുന്നു. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് ഡിഫോൾട്ടായിട്ട് ബിറ്റ്കോയിൻ USD എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ ചാർട്ടാണ്. ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ബൈ, ഇവിടെ സെല്ല്, വേറെ ഒന്നുമില്ല. പലരും ഇത് ചെയ്യാണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് ട്രബിളാണ്. എനിക്ക് അറിയില്ല അല്ലേ. ഒരു ബിഗിനറെ ക്രിപ്റ്റോ ട്രേഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ചോദിക്കാം, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെയ്യാൻ അറിയോ? അതറിയാം. ഫ്യൂച്ചർ ഓപ്ഷൻസ് അറിയാം. പിന്നെന്താ, പഴയ കുപ്പിയും പുതിയ വീഞ്ഞെന്ന് പറയുന്ന പോലെ അണ്ടർലൈൻ സിമ്പിൾ എന്തും ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, നമുക്കറിയുന്ന പണിയൊന്നല്ലേ ഫ്യൂച്ചർ. എങ്ങനെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യും? നിഫ്റ്റിയിലാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ്, നിഫ്റ്റിയിലാണെങ്കിൽ എങ്ങനെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യും? ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈൻ ബ്രേക്കൗട്ട് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ്, ഒരു എൻട്രി സെറ്റപ്പ് കിട്ടി, ഇന്നത്തെ ഡേ ഹൈ ബ്രേക്കൗട്ട്, നമ്മുടെ OH oil തന്നെ എടുക്കാം. നിഫ്റ്റിയിൽ OH oil ഇന്നത്തെ ദിവസം നിഫ്റ്റി ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പം എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ നേരെ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ പോകുന്നു, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഒരു ലോട്ട് അടുത്ത എക്സ്പയറി ഫ്യൂച്ചർ ബൈ ചെയ്യുന്നു. SL എവിടെ വയ്ക്കും? ഇവിടെ വയ്ക്കും. സെയിം കാര്യം ഇവിടെ എൻ്റർ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻറ്റ്. സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുന്നു. 1:2 1:3 ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നു. 1:2 ടാർഗറ്റ് ഇവിടെ വരും. ഇപ്പം റണ്ണിങ് ആണ്. നമുക്ക് വേണമെങ്കിൽ SL ട്രെയിൽ ചെയ്യാൻ ഒരു സിനാരിയോ ആണ്. പകുതി കിട്ടിയപ്പം SL വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് 0ലേക്ക് ആക്കുന്ന സിനാരിയോ ആണ്. ഇതാണ് നിഫ്റ്റിയിൽ എടുക്കുന്ന ഫ്യൂച്ചർ ട്രേഡ്. ബിറ്റ്കോയിനിൽ എങ്ങനെ എടുക്കാം? ഇങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. ചാർട്ട് അനാലിസിസ് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുന്നു, ബിറ്റ്കോയിൻ എടുക്കുന്നു, എന്തെങ്കിലും ഒരു ബ്രേക്കൗട്ടോ. ഇതിലിപ്പോൾ 1-2 ഇൻഡിക്കേറ്റേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്ലൂയിഡ് ട്രേഡും റെഡ് ഗ്രീൻ ലൈനും. ഈ റെഡ് ഗ്രീൻ ലൈൻ നമ്മുടെ ടെസ്റ്റിംഗ് ഇൻഡിക്കേറ്റർ ആണ്. വരും ദിവസങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മളുടെ റെഡ് ആൻഡ് ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ആപ്പിൽ വരുന്ന ഇൻഡിക്കേറ്റർ. ഇപ്പോൾ നിലവിലുള്ളത് മാനേജേഴ്സ് മിഥുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ MConnect എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഈ ആപ്പിലായിരിക്കും കിട്ടുക. അത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഉള്ളൂ. വരും ദിവസങ്ങളിൽ എല്ലാ ഇൻഡൈസസും കിട്ടും. ഇത് തന്നെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ കിട്ടുന്ന രീതിയിൽ നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫ്ലൂയിഡ് ട്രേഡ് SMCയുടെ ഒരു ചെറിയ വേർഷനാണ്. ക്വിക്കായിട്ട് നിങ്ങൾക്ക് SMCയുടെ എന്താ പറയുക പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും ബ്രേക്കൗട്ട് സ്ട്രക്ചറൊക്കെ കിട്ടാനുള്ള ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഫ്ലൂയിഡ് ട്രേഡ് SMC ലൈറ്റ്, ഈ ഇൻഡിക്കേറ്റർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. സോ ആ ഇൻഡിക്കേറ്ററിൻ്റെ ബേസിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കും. സോ ഇവിടെ ഒരു ബ്രേക്കൗട്ട് സ്ട്രക്ചർ, ഏറ്റവും ലാസ്റ്റ് കണ്ടിരിക്കുന്ന ബ്രേക്കൗട്ട് സ്ട്രക്ചർ ഇതാണ്. ഞാൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ബ്രേക്കൗട്ടിലാണ് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം 5 minutes ആണ്. ലോവർ ടൈം ഫ്രെയിമിലാക്കി എടുക്കാം കേട്ടോ. നിങ്ങളൊരു 1 minute-ലേക്കോ 3 minute-ലേക്കോ കൊണ്ടുവന്നാൽ അവിടെ ഒരു എൻട്രി സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടും. യെസ്, ഇവിടെയാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഒരു ലോങ് എൻട്രി, നമ്മൾ അതിൻ്റെ SL നിങ്ങൾക്ക് എത്രയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ SL മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സ്വിങ്ങിൻ്റെ അടിയിലോ ടാർഗറ്റ് 1:3 വലിയ ടാർഗറ്റ് കൊടുക്കണം കേട്ടോ. BTC ഒക്കെ ആകുമ്പോൾ ചെറിയ ടാർഗറ്റ് പോരാ, ഒരു ബിഗ് ടാർഗറ്റൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരു 1:5 1:3 എങ്കിലും കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 1:3 എങ്കിലും
എടുക്കാൻ ശ്രദ്ധിക്കുക ബിറ്റ്കോയിനിൽ. ട്രേഡ് പ്ലാൻ കിട്ടി, എന്താണ് ഇവിടെ വരുമ്പോൾ ബൈ ചെയ്യണം. ഇനി ഇത് പഴയതാണ്, ഞാൻ പുതിയൊരു കേസിലേക്ക് വരാം. അപ്പോൾ പലരും ചോദിക്കും പഴയ ചാർട്ടിൽ അനലൈസ് ചെയ്യാൻ എളുപ്പമല്ലേ? വേണ്ട, നമുക്ക് ഇനിയുള്ള എൻട്രി സെറ്റപ്പ് നോക്കാം. സോ ഇനിയിപ്പോൾ എൻട്രി നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് വരുവാണെങ്കിൽ അങ്ങനൊരു 2 ലെവൽ വരാം. ഒന്ന് ഈ പറയുന്ന ലെവലിലും ഈ ലെവലിലേക്കും വരാം. ഇതിപ്പോൾ ഇവിടെ സിസ്റ്റം മാർക്ക് ചെയ്തിട്ടില്ല, ഞാൻ മാർക്ക് ചെയ്യാം. ഇത് നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട, ഇത് അനാലിസിസ് ആണ്, നമ്മൾ അത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓൺ രീതി ഉണ്ടാവില്ല. നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ പ്രൈസ് ആക്ഷൻ, അല്ലെങ്കിൽ SMC, ITC, കുറേ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ITC അല്ല ICT, ഇതിലേതിലൊക്കെ ഉപയോഗിക്കുന്ന ആളായിരിക്കും. അത് ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സെറ്റപ്പ് ഉണ്ടാക്കുക, പ്ലാൻ. എൻ്റെ ഫസ്റ്റ് പ്ലാൻ ഇതാണ്. ഇവിടെ വന്ന് BTC ഇങ്ങനെ പോകും, ഈ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയുള്ള സപ്ലൈ സോണിലേക്ക് പോകും, അതൊരു ട്രേഡ് പ്ലാൻ. ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം, ഡിമാൻഡ് ഇവിടെ ആയതുകൊണ്ട് ഈ ഡിമാൻഡിൽ വന്നും പോകാൻ ചാൻസ് ഉണ്ട്. 2 പ്ലാൻ ഉണ്ടല്ലോ. സോ ഫസ്റ്റ് എൻട്രി ടൈപ്പ് നോക്കാം. എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പം സപ്പോർട്ട് എടുക്കുന്നു തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ SL, അപ്പോൾ അതാകുമ്പോൾ ചെറിയ SL വെച്ചാൽ മതി. ഇതിൻ്റെ തൊട്ട് താഴെ SL, ഇതിന് അഗെയിൻസ്റ്റ് ഇത്രയും ടാർഗറ്റ്. ഇതാണ് എൻ്റെ വരും ദിവസത്തെ എൻട്രി പ്ലാൻ. ബിറ്റ്കോയിൻ ഇങ്ങനെ ഒന്ന് ആക്ട് ചെയ്താൽ. ഇപ്പോൾ ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചത് ഒരു ഫുൾ ബിറ്റ്കോയിൻ ആണെങ്കിൽ 0.5 ഇവിടെ വെച്ച് എൻട്രി ചെയ്യുക, വീണ്ടും താഴെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 0.5 എൻട്രി ചെയ്യുക, അങ്ങനെ എൻട്രി കൊടുക്കാം നിങ്ങൾക്ക്. അതല്ലെങ്കിൽ ഈ പറയുന്ന എടുക്കുക, ചെറിയ SL കീപ്പ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. സോ ഇനി ഇതാണ് ഇപ്പോഴത്തെ ട്രേഡ് സെറ്റപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അതായത് ബിറ്റ്കോയിൻ ഈ പറയുന്ന പ്രൈസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് ബിറ്റ്കോയിൻ്റെ ഫ്യൂച്ചർ ബൈ ചെയ്യുക. സിമ്പിൾ. അവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഈ സോണിൽ വന്നാലും പോരാ, ഈ സോണിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. ഇവിടെ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പോവുക, ഇവിടെ വന്ന് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ നോക്കുക, ഇവിടെ വന്ന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം എൻട്രി ചെയ്യുക. അതൊന്നും ഞാൻ അനാലിസിസ് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ മനസ്സിൽ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ എന്താ വെള്ളം കണ്ട് മാറിയിരിക്കുന്ന ആ ഒരു നേച്ചറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവനൊരു പുഷ് ഒന്ന് തള്ളിയിടാന്നുള്ള പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരെ നമ്മൾ ബിറ്റ്കോയിനിലേക്ക് വരുന്നു. ബിറ്റ്കോയിൻ്റെ അപ്പോഴത്തെ ട്രേഡ് ഇവിടെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇവിടെ ആയാലും മാർക്ക് ചെയ്താൽ കേട്ടോ, നല്ല ചാർട്ടാണിത്. നിങ്ങൾ വേറെ ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എന്താ പറയുക, എൻട്രി ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ ഈ ചാർട്ടിൽ തന്നെ മാർക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഡെമോ ബൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതൊരു ബൈസോണാന്ന് വിചാരിക്കും. ആക്ച്വലി ബൈസോൺ അല്ല, ഇതിപ്പോൾ ഒരു റിവേഴ്സ് സെൽ സോണാണ്. ഇവിടുന്ന് തിരിച്ചു വരുമെന്ന് നോക്കാം. ഇത് 1 hour ടൈം ഫ്രെയിമാണ്. ഒരു സെൽ പൊസിഷൻ നമുക്ക് ഇട്ട് നോക്കാം വേണമെങ്കിൽ. BTC USD സെലക്ട് ചെയ്യുന്നു, ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് സെല്ല്, റൈറ്റ് സൈഡിൽ ബൈ ഉണ്ട്, സെല്ലും ഉണ്ട്. സെല്ല് കൊടുക്കുന്നു. നിങ്ങൾക്ക് എത്ര ലിവറേജ് വേണമെന്ന്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. നിങ്ങൾക്ക് ഇവിടെ 200x വരെ ഫ്യൂച്ചറിന് ലിവറേജ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് കിട്ടുമോ? ഇല്ല. നിങ്ങൾ ഒരു 25x ഒക്കെ എടുത്താൽ മതി, കൂടുതൽ എടുക്കാൻ ഒരിക്കലും പറയില്ല. സോ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തതാണ്. ഇവിടെ മാർക്ക് ചെയ്യണോ ട്രേഡ്? യെസ്, ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഡെൽറ്റയിൽ അനാലിസിസ് പഠിപ്പിച്ചില്ല എന്ന് ആരും പറയരുത്. ഡെൽറ്റയിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സോൺ കിട്ടി, നമുക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സോൺ കിട്ടി. സോ എൻ്റെ പ്ലാൻ ഇതാണ്. ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു എന്ന് കണ്ടപ്പം ഞാനിവിടെ ഒരു ഷോർട്ട് പൊസിഷനാണ് എൻ്റർ ചെയ്യാൻ പോണത്. ഒരു ഷോർട്ട് പൊസിഷൻ. അതിൻ്റെ SL ഈ തൊട്ട് മുമ്പ് വെച്ച് ഇതിൻ്റെ ഹൈ വേണമെങ്കിൽ നമുക്ക് SL കൊടുക്കാം, അല്ലെങ്കിൽ ഈ കോൾ SL കൊടുക്കാം. എൻ്റെ ടാർഗറ്റ് ഇതാണ്. ഇത് ഡെൽറ്റ. അപ്പോൾ നമുക്ക് വേറെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ആവശ്യമില്ല, കാരണം നല്ല ചാർട്ടല്ലേ. ട്രേഡിംഗ് വ്യൂവിൻ്റെ അതേ സെയിം ചാർട്ട് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് വേറെ ചാർട്ടിൻ്റെ ആവശ്യമില്ല. ഇതാണ് എൻ്റെ ട്രേഡ് പ്ലാൻ. ഞാൻ സെല് ചെയ്യാൻ പോണേ. സോ ഞാൻ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ക്യാപിറ്റലിൻ്റെ ഏകദേശം 25%. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഓൾമോസ്റ്റ് 18 ബിറ്റ്കോയിനാണ് കിട്ടിയത്. ഇതിന് വേണ്ട മാർജിൻ, കാരണം ലിവറേജ് ഉള്ളതുകൊണ്ട് മാർജിൻ വെറും $43 മാർജിൻ നമുക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഫിഗർ അടിച്ചു കൊടുക്കാം. 10 കൗണ്ടെന്നോ 10 കൗണ്ടിന് അടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ വേണമെന്ന് പറയും. ഇതുപോലെ ലിവറേജ് മാറ്റി കൊടുക്കുക. ലിവറേജ് 25 പകരം 10 കൊടുത്തു കഴിഞ്ഞാൽ ഈ മാർജിൻ കൂടും. 10 വേണ്ടി $60 കീപ്പ് ചെയ്യേണ്ടി വരും. സോ ലിവറേജ് ഒക്കെ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. തുടക്കക്കാരാണെങ്കിൽ 10 ഒക്കെ എടുത്താൽ മതി. എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അപ് ടു 25% വരെ എടുക്കാം. അതിൽ കൂടുതൽ എടുക്കാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. സോ ഞാൻ 10 എടുക്കണുള്ളൂ. 10 ലിവറേജ് വെച്ചിട്ട് ഞാൻ എൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് $42 ക്യാപിറ്റൽ ആവശ്യമുള്ളൂ. ഞാനിവിടെ സെല് ചെയ്യുന്നു. യെസ്, സെല്ലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം സെല്ലായെന്ന് തോന്നുന്നു. ഷിറ്റ്. ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് 2 പ്രാവശ്യം സെൽ ഓർഡർ പ്ലേസ് ആയി. എന്തെങ്കിലും ആവട്ടെ, ഓക്കെ പോട്ടെ. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഞാൻ ഈ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ബാക്കിലാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്, കണ്ടില്ല. യെസ്, ഇതാണ് മറ്റൊരു ഗുണം ചാർട്ട്. നിങ്ങൾ നോക്കിയേ, ആ എൻട്രി പ്രൈസ് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് വന്നു. ഇത് കണ്ടില്ലേ? ഇതാണ് എൻട്രി. ഇനി നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൊടുക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതും ഇവിടെ ലൈനായിട്ട് തന്നെ വരും. സോ എൻട്രി ചെയ്തിരിക്കുന്നത് ഈ പ്രൈസിലാണ് 60,977. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 61,514. നിങ്ങൾക്കറിയാലോ അല്ലേ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും പ്ലേസ് ചെയ്യാനായിട്ട്. ഇവിടെ പോകുന്നു, TPSL ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്, സ്റ്റോപ്പ് ലോസ് നമ്മൾ എത്രയാണ് പറഞ്ഞത്?
61,514 അല്ലെങ്കിൽ 61,500 അല്ലെങ്കിൽ 550 കൊടുക്കാം. 61,550 61,550 സ്റ്റോപ്പ് ലോസ്. 61,550 61,550 നമ്മൾ സ്റ്റോപ്പ് ലോസ്. യെസ്, ഇത് കണ്ടില്ലേ, അവിടെ ലൈനായിട്ട് വന്നു. അതാണ് ഏറ്റവും പ്രത്യേകത. ഇവിടെ നിങ്ങൾക്ക് അറിയാം സ്റ്റോപ്പ് ലോസ് ലൈനായിട്ട് വന്നു. ടാർഗറ്റ് എവിടെയാണ്? ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 57,887 57,850 കൊടുക്കാം. അതും നമുക്ക് ടാർഗറ്റ് കൊടുക്കും. നമ്മൾ 57,000 ഇതിൽ തന്നെ എഡിറ്റ് കൊടുക്കുന്നു. ടാർഗറ്റ് പ്രൈസിൽ 57,850 57,850 ടാർഗറ്റ്. യെസ്, നമ്മൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം, എൻട്രി ചെയ്ത പ്രൈസ് നമ്മുടെ ബ്ലൂ എന്ന് പറഞ്ഞ കളറിൽ കിടക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കിടക്കുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ടാർഗറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഗുണം. ട്രെയിലസിലൊക്കെ ചെയ്യുമ്പം ഓർഡറിൽ പോയി മോഡിഫൈ ചെയ്യണ്ട. ഇവിടെ വന്ന് ഇതാണ് ടാർഗറ്റ്, തന്നെ ഓർഡർ മോഡിഫൈ ആയിക്കോളൂ. ഇപ്പോൾ എനിക്ക് ഇവിടെ വരെ ടാർഗറ്റ് വേണമെന്ന് വിചാരിക്കൂ, ഞാൻ ഇവിടെ പോയി വലിക്കേണ്ട, വെറുതെ അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് ചുമ്മാ താഴേക്ക് വലിച്ചാൽ മതി, എൻ്റെ ടാർഗറ്റ് ഇവിടെ മോഡിഫൈ ആവും. കണ്ടില്ലേ, ഇതാണ് അഡ്വാൻറ്റേജ്. ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രം മതി. ശരിക്കും ഇനി ട്രേഡിംഗ് വ്യൂ ആവശ്യമില്ല, വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് കളയാം. നമുക്ക് ട്രേഡിംഗ് വ്യൂ വേണ്ട. നമ്മൾ പ്യുവർലി ഡെൽറ്റ മാത്രം ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഫ്യൂച്ചർ ട്രേഡാണ്. എൻ്റെ അനാലിസിസ് കിട്ടിയല്ലോ, ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ആയിക്കോളും. ഞാൻ ക്ലോസ് ചെയ്ത് കളയാണ്, കാരണം ഇതൊരു പ്രോപ്പർ അനാലിസിസിൽ ചെയ്ത ട്രേഡല്ല. സ്റ്റിൽ ഒരു $22.22 പ്രോഫിറ്റാണ്. ഞാൻ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് വ്യൂ ആണ്. മാർക്കറ്റ് ഓർഡറിൽ യെസ് ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ ട്രേഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ. ക്ലിയർ ആയി വിചാരിക്കുന്നല്ലോ. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതി, ഇപ്പം എനിക്ക് തന്നെ ഒരു ആലോചിച്ച്, എൻ്റെ അടുത്ത് അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ക്രിപ്റ്റോയിൽ ഡെൽറ്റ ഇന്ത്യയിലും ഡെൽറ്റ ഗ്ലോബലിലും $5,000 ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ വെറും $10,000 $100 ആഡ് ചെയ്തൊരു പുതിയ അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. എൻ്റെ ഫാദറിൻ്റെ പേരിൽ എടുത്തിരിക്കുന്നത് $100 ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്. എങ്ങനെ ഗ്രോ ചെയ്യുന്നു നോക്കാം. അതാകുമ്പോൾ നമ്മുടെ ക്ലയൻസിന് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങളാണെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ വഴി മാത്രം ഓപ്പൺ ചെയ്യുക. നമ്മുടെ ക്ലാസ്സസ് ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ എൻ്റെ ലൈവ് സെക്ഷൻസ് ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ എല്ലാം ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. ഒപ്പം ഞാൻ എടുക്കുന്ന ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യും. നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഈ ട്രേഡുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത ട്രേഡില്ലേ 200% റിട്ടേൺ കിട്ടിയ ട്രേഡൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തതാണ്. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അറിയാം. നിങ്ങൾക്കും ഇതേ ട്രേഡ്, ഇതുപോലത്തെ ട്രേഡുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നാൽ ട്രേഡുകൾ എടുക്കാം. അത് വെറുതെ ടിപ്പ് വരുന്നതല്ല. എന്തുകൊണ്ടാണ് എടുത്തത്, എപ്പോഴാണ് എടുത്തത്, ഞങ്ങൾ എടുത്ത പൊസിഷൻസും സ്ക്രീൻഷോട്ട് ഇടും, എല്ലാം സഹിതം അപ്ഡേറ്റ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ട്രേഡിംഗ് മെൻറ്റേഴ്സിനെ വിളിക്കാം. നമ്മുടെ ടീമിലെ ക്രിപ്റ്റോ ട്രേഡേഴ്സിനെയോ എന്നെയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലക്ഷങ്ങളോ കോടികളോ ഒന്നും വേണ്ട. വെറും ഒരു ഡെൽറ്റ ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുക. അടുത്ത വരുന്ന ട്രേഡ് ഇതുപോലെ ഫ്യൂച്ചർ ട്രേഡുകൾ 3-4 ട്രേഡുകൾ എല്ലാ ദിവസവും വരുന്നതാണ്. ഏതെങ്കിലും ഒരു ട്രേഡ് ഇതുപോലെ എടുക്കുക. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫുൾ ക്യാപിറ്റൽ റിസ്ക് എടുക്കരുത്. ക്യാപിറ്റലിൻ്റെ 10-20% മാത്രം റിസ്ക് എടുത്ത് അത് ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. SL കീപ്പ് ചെയ്യുക, ടാർഗറ്റ് കീപ്പ് ചെയ്യുക, ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുക. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബിറ്റ്കോയിൻ്റെ കാര്യം മാത്രമാണ്. ബിറ്റ്കോയിൻ എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഫ്യൂച്ചർ അതല്ല. ഫ്യൂച്ചർ നിങ്ങൾക്ക് നോക്കിയേ, ഒരു ലോഡ് കോയിൻ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്ത ട്രേഡ് സൊലാനോയിലാണ്. ഞാൻ ആ ട്രേഡ് ഗ്രൂപ്പ് കാണിച്ചു തരാൻ സമയമില്ല, എൻ്റെ ലോഗിൻ അല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ എൻട്രി കാണിച്ചു തന്നെ. സൊലാന എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിലാണ് ആ ട്രേഡ് എടുത്തത്. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു ഈ മൂവ്മെൻ്റ് ആണ് ക്യാച്ച് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനല്ല, നമ്മുടെ മെൻറ്റേഴ്സാണ് എടുത്തത്. ഈ ട്രേഡ് ആയിരിക്കണം അവർ ഫോളോ ആയിരിക്കണം ക്യാച്ച് ചെയ്തത്. നല്ല മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി മൂവ്മെൻറ്റുകൾ കിട്ടും. ഇതേപോലെ ഏതിൽ വേണമെങ്കിലും. ബിറ്റ്കോയിൻ തന്നെ വേണമെന്ന് ഫ്യൂച്ചറിൽ നിർബന്ധമില്ല. അതേസമയം ഓപ്ഷൻസ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ എപ്പോഴും പറയും BTC മാത്രം ചെയ്താൽ മതി, കാരണം ലിക്വിഡിറ്റി ഇല്ല. ബാക്കിയുള്ള ഓപ്ഷൻസിൽ ബയേഴ്സും സെല്ലേഴ്സും ഇല്ല. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതുണ്ട്. പിന്നെ നിങ്ങളാണെങ്കിലും ചെറിയ അക്കൗണ്ട് അല്ലേ, $100 അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബിറ്റ്കോയിനിൽ നിങ്ങൾ നോക്കി കുറേ നേരം ഇരുന്നു, ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത സാധനം എടുത്ത് നോക്കുക. ബിറ്റ്കോയിൻ മാറ്റിയിട്ട് എതേറിയം എടുത്ത് നോക്കാം. പക്ഷേ എതേറിയത്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇനിയും പരിചയമില്ലെങ്കിലും ഈ കോയിൻസ് ഒക്കെ എടുക്കാം. ഇതിലൊക്കെ വോളിയം ഉണ്ട്. ഏത് കോയിൻ വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, ടോപ്പ് 5 ക്രിപ്റ്റോ എന്ന് സെർച്ച് ചെയ്യുക. ആ 5 ക്രിപ്റ്റോ, കാരണം ഇത്രയും എണ്ണത്തിൽ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തലവേദനയല്ലേ. നിങ്ങൾ എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങളൊരു പുതിയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് സ്ഥിരം നോക്കുന്ന ഏതെങ്കിലുമൊക്കെ പേഴ്സ് ആഡ് ചെയ്ത് വയ്ക്കുക. ഈ സെയിം പേഴ്സ് ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ ചാർട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും ആ ചാർട്ടുകൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ വാച്ച് ലിസ്റ്റിൽ ഒരു പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. ന്യൂ വാച്ച് ലിസ്റ്റ്, ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ് കൊടുക്കുന്നു. ക്രിപ്റ്റോസ്, ഇതൊക്കെ ഞാൻ ലൈവ് ചെയ്യുന്ന രീതിയായിട്ട് പോകണം. ഞാൻ നാളെ ഫുൾ ടൈം ഇതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന രീതിയാണ്. ഞാനൊരു പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ വാച്ച് ലിസ്റ്റിലേക്ക് ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് BTC USD, ബിനാൻസിൻ്റെ ഒക്കെ എടുത്തോട്ടോ, കാരണം ബിറ്റ്കോയിൻ തെതർ ഉണ്ട്, USD ഉണ്ട്. ബിനാൻസിൻ്റെ എടുത്താൽ നല്ലതായിരിക്കും. BTC ആഡ് ചെയ്തു. ഇനി ഏത് വേണം? നേരെ ഇവിടെ പോകുന്നു. അടുത്തത് ഏതാ വേണ്ടത് നിങ്ങൾക്ക്?
ഇപ്പോൾ ഞാൻ പറഞ്ഞ BNB പേപ്പർ വെച്ചല്ലോ, BNB USD, ബിനാൻസിൻ്റെ BNB USD ആഡ് ചെയ്തു. ഇനി വേണ്ടത് ഏതാ? അടുത്ത നോട്ട് എടുക്കണം. ഇപ്പോൾ സൊലാനോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സൊലാനോ തന്നെ എടുക്കാം. സൊലാനോ ഇതൊക്കെ ആഡ് ചെയ്തു. ഇനി ഇതുപോലെ ഇത് സേവ് ചെയ്തിരിക്കാം നമുക്ക്. അപ്പോൾ എൻട്രി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അലാം വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, നേരെ ഈ ഡിമാൻഡിൽ വന്ന് ഈ ഡിമാൻഡ് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നതാണ് എൻ്റെ പ്ലാൻ. ഇത് ഞാൻ അനലൈസ് ചെയ്തിട്ട് പോലും കേട്ടോ, ഈ ഇൻഡിക്കേറ്റർ പറഞ്ഞു തന്നതാണ്. സ്റ്റിൽ അതെങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ പോകുന്നു, ഇവിടെ വരുന്നു. ഇതാണ് ഈ പ്ലാൻ. നിങ്ങൾ നോക്കിയിരിക്കേണ്ട, കാരണം ക്രിപ്റ്റോ നിങ്ങൾക്ക് അറിയാം 24/7 എപ്പോഴാണ് ഇവിടേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ? എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്താൽ മതി. ഈ പ്രൈസ് എത്രയാണ്? ഈ പ്രൈസ് 144.94 അല്ലേ? 144.98. ഇവിടെ ഒരു അലാം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളൊരു അലാം ക്രിയേറ്റ് ചെയ്യുന്നു. സൊലാനോ ക്രോസിംഗ് പ്രൈസ് 144.98 വൺസ്. ഏതുവരെ വാലിഡ് ആണ്? അലേർട്ടിൻ്റെ പേര് സൊലാനോ എൻട്രി എന്നൊക്കെ അലേർട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ ഒന്നും അറിയണ്ട, എൻ്റെ മൊബൈലിൽ തന്നെ വന്നോളും. എപ്പോഴാണോ സൊലാനോ ഈ പ്രൈസിലേക്ക് വരുന്നത് എൻ്റെ മൊബൈൽ ബെല്ലടിക്കും. അപ്പോൾ ഞാൻ നേരെ കയറി എൻ്റെ മൊബൈൽ ആപ്പിൽ കയറി ടെൽറ്റയിൽ എൻ്റർ എടുത്താൽ മതി. എത്ര സിമ്പിളാണ്, ഇതൊരു കോംപ്ലിക്കേറ്റഡേ അല്ല. ഇങ്ങനെ സിസ്റ്റം നമുക്ക് വേണ്ടി പണിയെടുക്കും. സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഓൾറെഡി അലാം സെറ്റാണ്. എപ്പോഴാണ് അവിടെ വരുന്നത് ഞാൻ നേരെ ഇവിടെ ചാർട്ട് എടുക്കുന്നു. അപ്പം മാത്രം അനലൈസ് ചെയ്താൽ മതി. ഫുൾ ടൈം നോക്കിയിരിക്കണ്ട. ഇവിടെ വരാൻ വേണ്ടി ഇങ്ങനെ രാവിലെയും രാത്രിയും പകലും നോക്കിയിരിക്കണോ? വേണ്ട. ട്രേഡിംഗ് വ്യൂ അലാം തരുമ്പോൾ മാത്രം, നിങ്ങളുടെ മൊബൈലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും മൊബൈലിൽ ട്രേഡിംഗ് വ്യൂ ഉണ്ടാവുമല്ലോ. ട്രേഡിംഗ് വ്യൂവിൽ അലാം വരും. നിങ്ങൾ നേരെ ഇവിടെ വരുന്നു, സൊലാനോൻ്റെ ചാർട്ട് എടുക്കുന്നു, ബൈ കൊടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10%, ഇവിടെ 50% ലിവറേജ് ആണ്. എപ്പോഴും ലിവറേജ് ശ്രദ്ധിക്കുക കേട്ടോ. ലിവറേജ് മാറ്റി പോകരുത്. ഒരു 10% ഒക്കെ ലിവറേജ് ഇട്ട് മാത്രം ചെയ്യുക. ദെൻ ക്യാപിറ്റലിൻ്റെ 25% എടുത്തിട്ട് ബൈ കൊടുക്കുക. സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് നേരത്തെ വാങ്ങിച്ചാൽ സെറ്റ് ചെയ്യുക. ഹാപ്പി. ദെൻ ഒരു ഗൂഗിൾ ഷീറ്റോ ഒരു ബുക്കോ എടുത്തിട്ട് എല്ലാ ട്രേഡും നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. നമ്മുടെ 3 സക്സസ്ഫുൾ ക്ലയൻസിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. അവർ ചെയ്ത രീതി. ഇന്ന് ചെയ്തു, നാളെ ചെയ്യാൻ പൈസ ഇല്ല, അതൊരു ട്രേഡിംഗ് ആണോ? ഈ 10,000 കൊണ്ടുവന്നു, ഒറ്റ ദിവസം കൊണ്ട് 10,000 പോയി. അവനൊരു ട്രേഡർ അല്ല, അതൊരു ഗാംബ്ലിംഗ് സ്റ്റൈലിലാണ് വരുന്നത്. നമ്മളൊരു പ്യുവർ ട്രേഡിംഗ് സ്റ്റൈൽ. നിങ്ങൾ ക്യാപിറ്റലിൻ്റെ 10-20% ഉപയോഗിച്ച് മാത്രം ബൈ ചെയ്യുക. അധികം ലിവറേജ് എടുക്കാതിരിക്കുക. ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ തന്നെ എക്സാമ്പിൾ നിങ്ങൾ കണ്ടു, 10,000 രൂപ 15,000 രൂപയായത് കണ്ടു. $100 കൊണ്ട് വന്ന് $200-300 3 മാസം കൊണ്ടൊക്കെ ഗ്രോ ചെയ്തു. എല്ലാ ആഴ്ചയിലും അത്യാവശ്യം ഡോളർ പ്രോഫിറ്റ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന 2-3 ക്ലയൻസ് നമുക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. സോ നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കാം. അവർ എങ്ങനെയാണ് ചെയ്തത്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പറ്റുമെങ്കിൽ വരും ദിവസങ്ങളിൽ അവരെ കൂടി നമുക്കൊരു സൂം മീറ്റിംഗ് ഉണ്ടാക്കാം. അവരെങ്ങനെയാണ് ചെയ്തത്, അവരുടെ സക്സസ് സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ ഇത്ര ഈസി ഒരു സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഫോറക്സിലൊന്നും ഇത്ര ചെറിയ എമൗണ്ട് ഒന്നും ട്രേഡ് ചെയ്തിട്ട് വലിയ കാര്യം കിട്ടുന്നതല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഓഫ് കോഴ്സ് നിഫ്റ്റിയിലൊന്നും പറ്റില്ല. ഇവിടെ 200 മടങ്ങ് ലിവറേജ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എടുക്കുന്ന അതേ പണി ഇവിടെ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ഒരു മസ്റ്റ് ട്രേഡ് ചെയ്ത് നോക്കേണ്ട ഒരു സെഗ്മെന്റ് തന്നെയാണ്. സോ ഞങ്ങൾ ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ട്രേഡ് സെറ്റപ്പ് ഉൾപ്പെടെ നിങ്ങൾ കാണിച്ചു തന്നു. ഇനി വേണ്ടത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അതും നിങ്ങൾ തുടക്കത്തിൽ സെൽഫ് അനാലിസിസ് ചെയ്യേണ്ട. നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി കമ്മ്യൂണിറ്റി ഉണ്ട്. ഞങ്ങൾ അടിപൊളി ട്രേഡുകൾ ഞങ്ങളെ കൊണ്ട് അനലൈസ് ചെയ്തിരുന്നു. നിങ്ങളത് നിങ്ങളുടെ ചാർട്ടിൽ ഈ വരച്ചതുപോലെ തന്നെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എൻ്റർ ചെയ്യാം. ഓൾറെഡി ലൈവ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ അത് കണ്ട് ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പഠിക്കാൻ സമയം എടുക്കുക. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാതെ, എന്നെയല്ല ആരെയാണെങ്കിലും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഫ്യൂച്ചർ ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, റിയലിസ്റ്റിക്കലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, നമ്മുടെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ഡെൽറ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഫണ്ട് ആഡ് ചെയ്യുക. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാം എന്നൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ട് ഓർഡർ പ്ലേസ്മെന്റ് പഠിക്കുക. ഡെമോ ഓർഡേഴ്സ് 1-2 പ്ലേസ് ചെയ്ത് നോക്കുക. ദെൻ ഇതുപോലെ ട്രേഡ് ചെയ്യുക. ഡിസിപ്ലിനായി ട്രേഡ് ചെയ്യുക. ട്രേഡ് റിപ്പോർട്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെക്കുക. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. 10 ദിവസം കഴിഞ്ഞു, എനിക്ക് ആദ്യത്തെ ദിവസങ്ങളൊക്കെ 1000 രൂപ ലാഭം കിട്ടി, ഒരു ദിവസം 3000 നഷ്ടം വന്നു. വരാൻ പാടുണ്ടോ? പാടില്ല. നിങ്ങളുടെ നഷ്ടങ്ങൾ ചെറുതും 1000 ലാഭം കിട്ടുമ്പോൾ 1:5, 5000 രൂപ ലാഭം, 7000 രൂപ ലാഭം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പിയാനിൽ എപ്പോഴും ഗ്രീൻ ആയിട്ട് ഇരിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്നാൽ, നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ക്ലാസ് വേണമെങ്കിലോ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നാലോ എൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾ ഗൈഡ് ചെയ്ത് തരും. ഒപ്പം നമ്മുടെ വരാൻ പോകുന്ന ക്രിപ്റ്റോ ക്ലാസ്സുകളിലൊക്കെ മസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു ബേസിക് ഐഡിയ കിട്ടും. കാരണം ഞാനിപ്പോൾ 2 കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എൻ്റെ ഒപ്പം നിങ്ങൾ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊരു ബേസിക് ഐഡിയ കിട്ടും. സോ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. സോ എൻ്റെ 3 ബെസ്റ്റ് ക്ലയൻസിനെ പോലെ നിങ്ങൾ എല്ലാവരും ആവട്ടെ എന്നുള്ളൊരു എന്താ പറയുക ഹോപ്പിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.